ഹലോ, ഓണം എന്ന് വെച്ചാൽ മലയാളിക്ക് എല്ലാവർക്കും ഫാമിലി എല്ലാം ഒരുമിച്ച് കൂടി സദ്യ എല്ലാം കഴിച്ച് പൂക്കളെല്ലാം ഇട്ടാം. അതെല്ലാം മതിയോ? നമുക്ക് കുറച്ച് മത്സരങ്ങളും കൂടെ വേണ്ടേ? മൊത്തം നമ്മൾ 7 മത്സരമാണ് വയ്ക്കുന്നത്. ഏട്ടാ എത്ര ഏതൊക്കെ മത്സരമുണ്ട്? നമ്മൾ 7 മത്സരങ്ങളിൽ സ്പൂൺ റൈസ് ഉണ്ട്, അതേപോലെ തന്നെ ബലൂൺ വീർപ്പിക്കല്, പഴം തീറ്റ മത്സരം, ബിസ്ക്കറ്റ് മത്സരം, കുപ്പിയിൽ വെള്ളം നിറയ്ക്കല്, കസേരക്കളി, മുട്ട തോട് പൊളിക്കല്. അടിപൊളി. അതാരൊക്കെ സ്പോൺസേഴ്സ്? ഇതിൽ സ്പോൺസേഴ്സ് നമ്മളെ അളിയന്മാർ തന്നെയാണ് കൂടുതലും ഇതിന് ഇനീഷ്യേറ്റ് ഇരിക്കുന്നത്. എല്ലാവർക്കും ക്യാഷ് പ്രൈസ് ആണ്, പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടാവും. നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്പൂൺ അവിടെ വെച്ചിട്ടുണ്ട്. സ്പൂൺ അവിടെ ഉണ്ട്. പഴം കൂടെ സെറ്റാണ്. അപ്പൊ നമ്മുടെ ചേച്ചിമാരെല്ലാം ലൈനപ്പ് ആയിട്ട് സ്പൂൺ റൈസ് ആണ് ഫസ്റ്റ് മത്സരം. റെഡി അല്ലേ? നമുക്ക് ഇവിടുന്ന് പോകുന്നതിൽ അവിടെ ടച്ച് ചെയ്ത് തിരിച്ചു വരണം. ഓക്കെ, ഇൻ 3, 2, 1 ഗോ. ഹീറ്റ്സ് ഫസ്റ്റ് കഴിഞ്ഞു. ഇനി 3 പേര് വെച്ചിട്ടാണ് മത്സരം. കഴിഞ്ഞു. സെറ്റ്. 1, 2, 3 നമ്മുടെ ചേട്ടന്മാര് 3 പേര് നിൽക്കുന്നുണ്ട്. 3 പേരിൽ ഫസ്റ്റ് ആയിരുന്നു അറിയാം. നിന്നോ? റെഡിയാണോ? അന്നാ നീ നിക്ക്. റെഡിയാണോ? റെഡി. ഗോ 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 ഗോ. നാലാമത്തെ ഹീറ്റ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടന്മാര് 3 പേര്. തുടങ്ങാം. ഓക്കെ, റെഡിയായോ? 3, 2, 1. വെച്ചോ? മാമ ഫസ്റ്റ് ഓടി. അയ്യോ, ഇതിന്റെ ഫൈനൽ മത്സരമാണ്. എല്ലാരും റെഡിയല്ലേ? തുടങ്ങാം. എല്ലാരും ഒരേപോലെ നിൽക്കണം. മുന്നാരും സ്റ്റാർട്ട് ചെയ്യരുത്. ആരും മുന്നേ സ്റ്റാർട്ട് ചെയ്യരുത്, പറഞ്ഞിട്ട് മാത്രം. ഓക്കെ, 3, 2, 1 ഗോ. കേട്ടോ അരിയേ. അപ്പൊ മത്സരത്തിന്റെ ഇത്ര ഉള്ളൂ. ആദ്യം 2 ബലൂണ് പൊട്ടിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൈകൊണ്ടോ തോണ്ടോ പൊട്ടിക്കാൻ പാടില്ല, നമ്മൾ വീർപ്പിച്ച് തന്നെ പൊട്ടിക്കണം. ഓക്കെ, കള്ളത്തരം കാണിക്കാൻ പാടില്ല. അപ്പൊ റെഡി? 1, 2. അന്ന് ചേച്ചി പറ. റെഡി? 1, 2, 3. Standard.
അപ്പളേ സംശയം ഉണ്ടായിരുന്നു. അഞ്ഞൂറും പോയി 500 പോയി. പ്രാക്ടീസ് ആയിരുന്നു കുറവ് ദിവസം ഇരുന്നിട്ട്. അടുത്ത മത്സരം എന്താ? ആ പഴം ഏറ്റവും ആദ്യം തിന്നു തീർത്തിട്ട് വായ നോക്ക് എന്ന് കാണിക്കണം. പിന്നെ ഇറങ്ങണം പറ്റില്ല. പഴം പൂർണ്ണമായിട്ട് കഴിച്ചിട്ട് നമ്മള് വായ ഒന്ന് കാണിക്കണം. ഒരു കാര്യം. പിന്നെ തൊണ്ടിൽ വെക്കണ പരിപാടി ഒന്നും ഇല്ല. പല്ല് ഇല്ല, അതിപ്പോ എങ്ങനെയാ പറയാ? എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞ പരിപാടി ഓക്കെ, ഒന്ന് ചവച്ചോളൂ. റെഡി 1 2 3. മാമ ഔട്ട്. സ്റ്റാർട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി 4 പേരുള്ളൂ മത്സരത്തിൽ. 4 പേര്. അടുത്ത പാടായിട്ട് മാമ. റെഡി 1 2 3 സ്റ്റാർട്ട്. ക്ലാപ്പ് ചെയ്താലും അച്ഛൻ ഇങ്ങോട്ട് നോക്കിട്ട് വെള്ളം കൊടുക്കും, കുറച്ച് വെള്ളം കൊടുക്കും. മാമ ചവച്ചരച്ചിട്ടില്ലല്ലോ, മിഴുങ്ങരച്ചത്. അതെ, ഇതില് പെണ്ണുങ്ങൾ ആണുങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ചേർന്ന് മിക്സ് ആയിട്ട് നടക്കുള്ളൂ കേട്ടോ. അപ്പൊ നിന്നോളോ 5 പേര്. 5 അയ്യോ ശരി. ബാക്കിയുള്ള ആൾക്കാർ മാർക്കും 1 2 3 4 5. മാമ കിட்ட നിൽക്കണ മാമായിട്ടില്ല. ഇല്ല 1 2 മാമ 500 കൊണ്ട് പോവും. 1 2 3 4 5 കേട്ടോ. 5 പേര്. ബാക്കിലേക്ക് വരില്ല, ഇരിക്കലില്ല. ഒറ്റ നോക്കോ ഈ ഒരു സംഭവം കേട്ടോ. ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിലൊക്കെ ഇരിക്കുമ്പോ ശ്രദ്ധിക്കണം, പൊട്ടിയ പൈസ തരണം. ആഴ്ച ഞാൻ തിരിഞ്ഞുക്കും. ഓക്കെ, ഇല്ല പാട്ടില്ല. ആഴ്ച റെഡിയാണോ? 5 പേരല്ലേ? ഓക്കെ അല്ലേ? സ്പേസ് വേണട്ടാ. ഒരു കസേര മാറ്റി, ആ കസേര മാറ്റിക്കോളാം. അടുത്ത് അയ്യോ നിന്നോ. ഇതുണ്ട്. പൊളിക്കാ. റെഡി? ആരാ? ശരി. അടുത്ത അല്ല, നിങ്ങൾ 5 പേരായില്ലേ? നിക്കട്ടോ. റെഡി 1 2 ആരാ ഇവിടെ? ശരി. അപ്പൊ ഔട്ടാ. രാജേട്ട് ഔട്ട്. നീ ഔട്ട്. ഇതിലാ ഫൈനലല്ലേ? റെഡി 1 2 3.
ഗ്യാപ്പ് നീ എന്ന് ഉന്തിട്ട് ഓടണം എന്താ ഒരു കൈ അകലം അതായത് ഇങ്ങോട്ട് വാ നോക്ക് ഇപ്പൊ നോക്ക് ഇത് കണ്ട ഒരു കൈ നീ നീ ഇതാ ഇങ്ങനെ വരാൻ പാടുള്ളൂ അല്ലാതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പിന്നെ ആർക്ക് പറ്റും തേങ്ങ മനസ്സിലായ മര്യാദക്ക് തുടങ്ങി അടുത്ത വിസില് ഇതാണ് കേട്ടോ അച്ചു ബാക്കിൽ അല്ലല്ല പല്ലിച്ചതിൽ തന്നെ വന്നിരുന്നുല്ലേ വരൂ അടുത്തോട്ടോ നേരെ നിക്കോ സമയമില്ല ആരാ പ്രസാദിരുന്നു കളി തന്നെ റിട്ട വരാൻ പാടില്ല ലാസ്റ്റ് ചേട്ടോ മനചേട്ടാ വേണം 250 വാങ്ങിക്കോ ആ പറ്റില്ല ഓക്കേണോ ഓക്കെ അല്ലേ കയ്യടിക്കേ അയ്യോ ദൂരം നിൽക്കണോ നിങ്ങള് അതെ ഇത് ഫൈനലാണ് ഇതിന്റെ ഫൈനലാണ് ഇതോടുകൂടി ഈ കളി കഴിഞ്ഞു കേട്ടോ ആരാ ആയില്ല കയ്യേ ആരാ അച്ചു അപ്പൊ അച്ചുവാണ് നമ്മുടെ വിജയിച്ചിരിക്കുന്നത് ലാസ്റ്റത്തെ കളിയാണ് കുഴപ്പമില്ലല്ലോ അപ്പൊ നീ ബിസ്ക്കറ്റ് കടി വെള്ളം നിറയ്ക്കാം അടുത്ത എന്താണ് ബിസ്ക്കറ്റ് അടുത്ത കളി ബിസ്ക്കറ്റ് കടി മത്സരം ഹൈറ്റ് വരാ എല്ലാരും കൂടി ഒരു 60 റൗണ്ട് ചെയ്യുന്നുണ്ടാവും Start! Clap! जितना टाइमिंग है कुल जितना टाइमिंग है നടക്കൂ തൊടാൻ പാടില്ല
നിങ്ങള് രണ്ട് കാര്യങ്ങളാണ് നിബന്ധനകള്. ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊഞ്ചാൻ പറ്റും, കുഴപ്പമില്ല, കൊച്ചാൻ പറ്റും. ആ ഇങ്ങനെ പറ്റില്ല. അങ്ങനെ ഏത് ഇത് കൊച്ചിനോട് കൊച്ചാൻ പാടില്ല ശരിക്കും. ആ കൊച്ചാൻ പാടില്ല. നമ്മളിത് എങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോകാനേ പാടുള്ളൂ. ആ അത് പാടില്ല. മനസ്സിലായോ? നിലത്തുണ്ടാവണം. ബലൂണ് കെട്ടാ കറക്റ്റ് പോയിന്റ്. ബലൂണ് കെട്ടിയ കാല് പൊന്താൻ പാടില്ല. ഈ കാല് വേണിച്ച പൊന്തിട്ട് ഇങ്ങനെ കൊഞ്ചിക്കയ്യോ. അതെ നിങ്ങളുടെ ഇഷ്ടം. ആ കൈയോണ്ട് പൊട്ടിക്കാൻ പാടില്ല. ഇതാ ബൗണ്ടറി വെച്ചു. അതെ എല്ലാരും ചെറുത്തിക്കണോ പ്രസാദാ? ഇല്ല മേശറാപ്പുറല്ല പ്രസാദ് കേട്ടോ. ഏട്ട ഒരു കാര്യം ചെറുത്തിക്കണെന്നറിയോ? ആരാണ് ഈ കാല് പൊന്തിക്കണ വെച്ചാൽ അവര് ഔട്ടാണ് കേട്ടോ. ഈ ബലൂൺ അല്ലേ പറ്റില്ല. ഈ കാല് പൊന്തിക്കാൻ പാടില്ല. അതെ നിബന്ധനകൾ പറയാണ്. നിബന്ധനകള് നിബന്ധനകൾ പറഞ്ഞാൽ ഓപ്പുവിന്റെ ആ ഭാഗത്ത് അങ്ങോട്ട് കിടക്കാൻ പാടില്ല. അവർ ഔട്ടാണ് കേട്ടാ. അതേപോലെ തന്നെ വല്ലച്ചിന്റെ അപ്പുറത്തൊന്നും അവർ ഔട്ടാണ്. ഓക്കെ പിടിക്കാൻ പറ്റില്ല. മേത്ത് തൊടാൻ പാടില്ല. ആൾക്കാരുടെ മേത്ത് തൊടാൻ പാടില്ല. മേത്ത് തൊടാൻ പാടില്ല ആൾക്കാരുടെ കേട്ടോ. കാടമുട്ട പൊട്ടിയല്ലേ? നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ മുകളില് തോട് പാടില്ല. വയലുവെറ്റി എന്ത് പ്രസാദനായിരിക്കും ആരുടെ ആണെങ്കിലും. ഓക്കെ ക്ലീൻ ആയിരിക്കണം. 1 2 3 സ്റ്റാർട്ട്. മുട്ട പൊട്ടരുത്, മുട്ട പൊട്ടരുത്. അടുത്ത
എല്ലാരും സിമ്പിളാന്ന് വിചാരിച്ചിരുന്നു. ദേ ഇവിടെ മൂന്നാമത്തെ നന്ദുവിന്റെ മൂന്നാമത്തെ പൊട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, സ്വയം പറയണം. ശീലേച്ചി മൂന്നാമത്തെ, ശീലേച്ചി മൂന്നാമത്തെ. ചെറുതാണ് കുഴപ്പമില്ല, അത് തൊലി പോയില്ല, തൊലി പോയില്ല. നന്ദുവിന്റെ ഫസ്റ്റ് കഴിഞ്ഞില്ലേ? ക്ലീൻ ആണോ? അതാ ഒന്ന് പൊട്ടിയിട്ട് ഒരെണ്ണത്തിന് പൊട്ടിയിട്ട് നല്ല ഓക്കെ. അടുത്ത മൂന്നാം നീയല്ലേ? നോക്കൂ, ഒന്ന് റോൾ ചെയ്യൂ. അത് അടിപൊളി, അടിപൊളി. ചെറുത് അത് പക്ഷെ ആ ഭാഗത്ത് നല്ല തിൻ ലെയർ ആയിട്ടാ. അടുത്ത് അത് ഒന്നല്ലേ ഉള്ളൂ. അത് പൊട്ടിയിട്ട് അത് നല്ല പൊട്ടി പൊട്ടിയിട്ടുണ്ട്. പോട്ടെ അടുത്ത് നോക്കൂ. നമ്മുടെ നല്ല പൊട്ടി, നല്ല പൊട്ട് പൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ കാളമുട്ട കളിക്കൽ മത്സരം. അത് പറയട്ടെ. 1 2 3 സ്റ്റാർട്ട്. മോഹന ഭയങ്കര സ്പീഡ് കേട്ടോ. അടുത്ത് ആ മനോജേട്ടൻ ഒന്ന്, ജിത്തേട്ടൻ ഒന്ന്, വിഷ്ണുട്ടൻ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ആ രാജോടെ പൊട്ടാതെ ഒന്ന്. കമോൺ അപ്പ്. ഞാനാ അച്ഛ സ്ലോ ആട്ടോ. മാമന്റെ രണ്ടാമത്തെ ആവാറായിട്ടുണ്ട്, ജിത്തുവിന്റെ രണ്ടാമത്തെ ആവാറായിട്ടുണ്ട്. പ്രസന്റ് മൊത്തം പൊട്ടിയിട്ടുണ്ടോ? വിഷ്ണുടെ 3 കംപ്ലീറ്റ്. പക്ഷെ അതിലൊന്ന് നന്നായി പൊട്ടിയിട്ടുണ്ട്, നല്ല പൊട്ട് പൊട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് അല്ല, പൊട്ടാതെ കംപ്ലീറ്റ് ആണോ? അത് ചെറിയൊരു പൊട്ടുള്ളൂ. അങ്ങനെ മതി. ആ വിഷ്ണു കഴിഞ്ഞു. വിന്നർ ഈസ് വിഷ്ണു. ഇന്നത്തെ ഓണാഘോഷ പരിപാടി 2024 ഓണാഘോഷ പരിപാടിയിലത്തെ നമ്മുടെ ഫലം സമ്മാനദാനമാണ്. അപ്പോൾ സ്പൂൺ റേസിൽ 1ാം സമ്മാനം നേടിയിട്ടുള്ള നന്ദുവാണ്. ബലൂൺ വീർപ്പിക്കലിൽ പ്രസാദേട്ടനാണ്. അതേപോലെ തന്നെ നന്ദു നമ്മുടെ മുട്ടത്തോട് പൊട്ടിക്കലിലും നേടിയിട്ടുണ്ട്. അപ്പോൾ പ്രസാദേട്ടന് നന്ദുവിനെ വിളിക്കുന്നു. ശോഭനൽമ 700 രൂപ സമ്മാനദാനം കൈമാറുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. അടുത്തത് പഴം തീറ്റ മത്സരം. മോഹനൻ കാഞ്ഞിരക്കോട്. എവിടെ? അമ്മ കൊടുക്കും. പൈസ കൊടുക്കും. അപ്പൊ മാമ വാങ്ങി. ഓക്കെ, 250 കൂടി കൊടുക്കും. അടുത്തത് അടുത്ത് കസേര കളി. ജിത്തുവിനെ. ഓക്കെ, അപ്പൊ ജിത്തുവിന് നമുക്ക് കിട്ടിയാക്കുന്നത് ബിസ്ക്കറ്റ് മത്സരത്തിൽ 250ഉം അതേപോലെ തന്നെ ബലൂൺ പൊട്ടിക്കലിൽ 250ഉം. അപ്പൊ 500 രൂപയാണ് ജിത്തുവിന് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ വല്യച്ഛൻ കൈമാറും. വാ വല്യച്ഛനോട് 500 കൊടുക്കും. കയ്യടാ. അടുത്ത് കസേര കളി. അച്ചു കണ്ണൂർ 250 രൂപ. വേണുമാമ കൊടുക്കും. വേണുമാമ എവിടെ? കൊടുക്കോ? 500 കൊടുക്കും. അങ്ങോട്ട് തിരിച്ചു തരണോ? അങ്ങോട്ട് തിരിച്ചോ. അതെ, 250 മോഹനാമണേന്ന് വാങ്ങിക്കോ. അടുത്ത എനിക്ക് രാജുവേട്ടൻ തരും. രാജുവേട്ടൻ, ഞാൻ മുട്ട തോട് പൊട്ടിക്കലിന്റെ രാജുവേട്ടൻ എനിക്ക് തരും. ഓക്കെ, ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് വരിക. ഇതെന്തുകൊടുത്ത് ബാക്കി 2 പോയില്ല, കിട്ടിയവർക്കില്ല. അപ്പൊ പ്രോത്സാഹന സമ്മാനമാണ്. ഓക്കെ, അടുത്താള് വരുമോ? ഓക്കെ, ഓണാശംസകൾ. തരേ ഓണാശംസകൾ. സോപ്പ്, ബോഡി വാഷ്, ഗാദിയുടെ 2 നേരം കുളിക്കുക. സ്കൂൾ വിട്ടു വന്നാലും സ്കൂളിൽ പോകുമ്പോഴും സോപ്പ്, ഗാദിയുടെ ബോഡി വാഷ്.
ഇല്ല സോപ്പ് തരത്താൽ തരും. പൂവുണ്ട് കഴിഞ്ഞാ പൂവുണ്ട്. പോപ്പ് ചീപ്പ് പറഞ്ഞിട്ട് പോണ്ട്. ഓക്കെ മോയ്സ്ചറൈസർ മോക്കൊക്കെ സെറ്റ് ആവും കേട്ടോ. ഗാദി ഹെയർ ക്ലീനർ എനിക്ക് വേണം. അല്ലല്ല നിക്ക് ഇതില് ഇതൊക്കെ ഇതില് വാങ്ങിട്ട് പെട്ടി. ഓക്കെ ശരി, അപ്പൊ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യത്തെ ഓണാഘോഷം വളരെ സന്തോഷമായിട്ട് നമ്മളെല്ലാം അടിച്ചു പൊളിച്ചു. ഓക്കെ, അപ്പൊ വീണ്ടും ഇതേ സന്തോഷത്തോടു കൂടി ഇതേ എനർജിയോടു കൂടി അടുത്തല്ലോ. One, two, three. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിത്താറും.